ഹായ് കേരറ്റ് ജയ് and വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2025-26 SSCGയുടെ എക്സാം May 31 കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 2026-27 SSCGയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, എന്താണ് സെലക്ഷൻ പ്രോസസ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക, പരമാവധി എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട്. നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും കുട്ടികളെ തയ്യാറെടുക്കുന്നത് SSCGD എന്നൊരു എക്സാമാണ്. SSCGD എന്ന് പറയുമ്പോൾ പാരാമിലിറ്ററി ഫോഴ്സിലേക്കാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തയ്യാറെടുക്കുന്നുണ്ട്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി. പെർസെൻറ്റേജ് മാർക്ക് ഒന്നും തന്നെ വേണ്ട. 10ാം ക്ലാസ്സിൽ D+ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനറൽ ആണെങ്കിൽ 18-23, OBC ആണെങ്കിൽ 18-26, SC/ST ആണെങ്കിൽ 18-28 എന്നീ രീതിയിലാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. മുൻ വർഷങ്ങളിലെ വേക്കൻസി എത്രയായിരുന്നു, എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തിരുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും 2026 ഇപ്പോൾ കഴിഞ്ഞ എക്സാം എഴുതിയിട്ട് നിങ്ങൾ നല്ലപോലെ നിങ്ങൾക്ക് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതേപോലെ തന്നെ 2026-27 നെക്സ്റ്റ് SSCGDക്കും തയ്യാറെടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും SSCGDയുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത്, എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും, ഫോം ഫില്ലിംഗ് ഡേറ്റ് എപ്പോഴാണ് ക്ലോസ് ആവുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. SSCGD റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾ ഈ ഒരു ചാനൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. പല കുട്ടികളും ചോദിക്കും, സർ എന്തുകൊണ്ടാണ് നേരത്തെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതേപോലെ എന്തുകൊണ്ടാണ് 2026-27 SSCGDയുടെ വീഡിയോ ഇപ്പോഴേ ചെയ്യുന്നത് എന്നൊക്കെ കുറിച്ചിട്ട്. കുട്ടികളെ നോക്കൂ, 2026-27 കാര്യം പറയുകയാണെങ്കിൽ വേക്കൻസി നല്ലപോലെ വരുന്നതായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഓരോ SSCGD എക്സാമിനും കോമ്പറ്റീഷൻ ലെവൽ വളരെ കൂടുന്നതായിരിക്കും. കാരണം അഗ്നിവീർ എന്നൊരു കാറ്റഗറി കൂടി ഇനി SSCGDക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരും. അവർക്ക് റിസർവേഷനും അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കോമ്പറ്റീഷൻ ലെവൽ നല്ല രീതിയിൽ കൂടുന്നതായിരിക്കും. അതുകൊണ്ട് SSCGD 2026-27 തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോണം. നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. അതിനു മുൻപ് നമുക്ക് മുൻ വർഷങ്ങളിലെ വേക്കൻസി എത്രയായിരുന്നു, എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തത് എന്നീ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ SSCGD 2021 25,000 വേക്കൻസി ആയിരുന്നു വന്നത്. 2022 50,000, 23-24 46,000, 2025 53,000, 2026 ഇപ്പോൾ വേക്കൻസി ഇത്രയുമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 25,000 വേക്കൻസി ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയും അങ്ങോട്ട് ഒത്തിരി ബറ്റാലിയൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലൊക്കെ പ്ലാനിങ് വന്നിട്ടുണ്ട്. ആൾറെഡി ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിട്ടും ഇതിൻ്റെ ലെറ്ററിൽ ഔട്ടായതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വേക്കൻസി, അതായത് ഇവിടെ വേക്കൻസി കൂടിയില്ല എങ്കിൽ നെക്സ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷനിൽ എന്തായാലും ഒരു 50 to 70K അടുത്ത് വേക്കൻസി കാണുന്നതായിരിക്കും. ഈ വേക്കൻസിക്കകത്ത് വേക്കൻസി കൂടിയില്ല എങ്കിൽ. മുൻ വർഷങ്ങളിലെ കാര്യം പറയുകയാണെങ്കിലോ 2022-ലും 23-ലും 24-ലും അതുപോലെ തന്നെ 25-ലും ഈ വർഷങ്ങളിൽ വേക്കൻസി കൂടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ 25+ ആയിരുന്നു, ഇവിടെയും 25+ ആയിരുന്നു, ഇവിടെ 39+ ആയിരുന്നു വേക്കൻസി. അതായത് 39,000 25,000+ ആയിരുന്നു വേക്കൻസി. പിന്നെയാണ് വേക്കൻസി ഇവിടേക്ക് ഇൻക്രീസ് ആയത്. അപ്പോൾ 2026-ലും വേക്കൻസി ഇൻക്രീസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇൻക്രീസ് ആയില്ല എങ്കിൽ 2026-27 വരുന്ന നോട്ടിഫിക്കേഷനകത്ത് നല്ല രീതിയിലുള്ള വേക്കൻസി കാണുന്നതായിരിക്കും. ഫോം ഫില്ലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിലോ നോക്കൂ കുട്ടികളെ, 71 lakhs, 53 lakhs, 47 lakhs, 52 lakhs, 49 lakhs ഇവിടെ ഫോം ഫില്ലിംഗ് കുറയാനുള്ള സാധ്യതയുണ്ട്. ആപ്ലിക്കേഷൻ ഫില്ലിങ്ങിൻ്റെ, അതായത് വേക്കൻസി വളരെ കുറവായതുകൊണ്ടാണ് മിക്ക കുട്ടികളും ഇവിടെ ഫോക്കസ് ചെയ്യാതിരുന്നത്. അതുപോലെ തന്നെ കൂടുതലും കുട്ടികൾക്കും സെലക്ഷൻ കിട്ടി, നേരത്തെ തന്നെ പ്രീവിയസ് SSCGDയിലേക്കും അതേപോലെ തന്നെ മറ്റ് പല ഫോഴ്സിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഇവിടെ ഫോം ഫില്ലിങ്ങിൽ ഏറ്റവും കുറവ് വന്നിരിക്കുന്നത്. കുട്ടികളെ, ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് മുൻ വർഷങ്ങളിലെ വേക്കൻസി, അതേപോലെ തന്നെ എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്തത്, പെർ സീറ്റ് കോമ്പറ്റീഷൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് 2026-27 നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നീ കാര്യങ്ങൾ നോക്കാം. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് കലണ്ടർ അപ്ഡേറ്റഡ് കാര്യങ്ങൾ കാണാവുന്നതാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് SSCGD 2026-27 നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും. കുട്ടികളെ, സെപ്റ്റംബർ മന്തിലെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇത് SSCGയുടെ കലണ്ടറാണ്. 2026-27
ഈ കലണ്ടർ അനുസരിച്ച് ഫോം ഫില്ലിംഗ് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ ആണ്. നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് 2027 ജനുവരി മാർച്ച് മന്തിലാണ്. ഇതേ രീതിയിൽ തന്നെ SSC എന്തായാലും SSCGD എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഈ വർഷം മാത്രമാണ് ഇത്രയും ഡിലേ ആയത്. ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ വർഷം ഡിലേ ആയതിന് നല്ല റീസൺ ഉണ്ട്. കാരണം എക്സാം കണ്ടക്ട് ചെയ്തത് എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ആയിരുന്നു. ആ കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒത്തിരി പ്രോബ്ലംസ് വന്നിരുന്നു. ഫൈനലി ഇപ്പോൾ തന്നെ SSC ആ ഒരു കമ്പനിയെ റിമൂവ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ വേറൊരു കമ്പനിയെ ഹയർ ചെയ്തിട്ടുണ്ട്. BSF HCM ആൻഡ് ASI, BSF RORM, BSF ട്രേഡ്സ്മാൻ എന്നീ ഫോഴ്സിൻ്റെയൊക്കെ ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ടെൻഡർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എഡ്സിൽ എന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ ഇങ്ങനെയും ഒരു വാർത്ത വരുന്നുണ്ട്. എഡ്സിൽ കമ്പനി ആയിരിക്കും ഇനി അങ്ങോട്ട് ബാക്കി എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ വന്നിട്ടില്ല. എഡ്യൂക്കേറ്റ് എന്നൊരു കമ്പനിയെ മാറ്റാനുള്ള പ്ലാനിങ് ഇപ്പോൾ നടക്കുകയാണ്. വേറെ കമ്പനികളെ ടെൻഡർ ഇട്ടുകൊണ്ട് ഹയർ ചെയ്യാനുള്ള പ്ലാനിങ് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ SSCGD എക്സാം അത്ര ഡിലേ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് 2026-27 ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. SSCGD എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതലും കുട്ടികളും തയ്യാറെടുക്കുന്ന ഒരു എക്സാമാണ് SSCGD എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ലെവൽ ഡേ ബൈ ഡേ കൂടി വരികയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഈസി ആയിട്ട്, അതായത് നല്ലപോലെ ഒന്ന് പഠിച്ചാൽ, ഫിസിക്കലി മെയിൻറ്റെയിൻ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ജോലി നേടിയെടുക്കാം. നമ്മുടെ ഇവിടെ ഇന്ന് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2026-27 ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി അന ഡിഫൻസ് അക്കാഡമി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ടോട്ടലി ടാർഗറ്റ് ചെയ്യുന്ന സബ്ജക്റ്റാണ് GK, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്. ഇത് നമ്മൾ നേരത്തെ കവർ ചെയ്ത് വെക്കുകയാണ്. കാരണം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ ആൾറെഡി സെറ്റായിട്ടിരിക്കണം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മൾ പിന്നെയും പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് അടുത്ത ബാച്ചിട്ട് കൂടി ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. നേരത്തെ ജോയിൻ ചെയ്തുള്ള ബെനിഫിറ്റ് ഇതാണ് കേട്ടോ കുട്ടികളെ. ഈ സിലബസ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് എക്സാം പാറ്റേൺ 2027. GK കവർ ചെയ്യണം, മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് റീസണിങ്. ഇതനുസരിച്ചുള്ള പ്രോപ്പർ ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് സെഷൻ ക്ലാസ്സുകൾ ലഭിക്കും. വീക്ക്ലി 6 days ക്ലാസ്സുകളുണ്ട്. 150+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക്. ഇത്രയും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് നമ്മൾ നമ്മുടെ ആപ്പിൽ അതേ ദിവസം തന്നെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് അതേ ക്ലാസ്സുകൾ ആപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ മലയാളത്തിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും എല്ലാ ക്ലാസ്സുകളും. ക്ലാസ് ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 11 to 1, 2 to 4 ആണ്. ഇതാണ് ക്ലാസ് ടൈം എന്ന് പറയുന്നത്. ഇത് ടൈം ടേബിൾ അനുസരിച്ച് അപ്പ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ക്ലാസ്സിന് ശേഷം ഡെയിലി നിങ്ങൾക്ക് PDF നോട്ട്സ്, DPP അതായത് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റും PVQ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് ക്ലാസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൈനലി ക്ലാസ്സിൻ്റെ ഒന്നുകൂടി അപ്ഡേറ്റഡ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്, ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. ബെസ്റ്റ് SSC മെൻറ്റേഴ്സ് ഗൈഡ് ലൈൻ ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്സസ്, സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 2950 എന്നൊരു പാക്കേജിലായിരിക്കും. വെറും 2950 രൂപയാണ് ഫീസ് വരുന്നത്. ഈ ഒരു ഫീസിലാണ് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ബാച്ചിൻ്റെ ക്ലാസ്സും ലഭിക്കും, അതേപോലെ തന്നെ രണ്ടാമത്തെ ബാച്ചിൻ്റെ ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ മന്തിലാണ്. ഇനി ദിവസം വളരെ കുറവാണ്. നേരത്തെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ബെനിഫിറ്റ്? നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. SSCGD തിരഞ്ഞെടുക്കുന്ന മിക്ക കുട്ടികൾക്കും സ്റ്റഡിയായിട്ട് കണക്റ്റ് കാണത്തില്ല അത്രയ്ക്ക്. അതേപോലെ തന്നെ ചില കുട്ടികളുടെ മാത്സ് വീക്കായിരിക്കും, റീസണിങ് വീക്കായിരിക്കും, ഇംഗ്ലീഷ് വീക്കായിരിക്കും. ചില കുട്ടികൾ +2 കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തായിരിക്കും പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മാത്സിൻ്റെയും അതേപോലെ തന്നെ റീസണിങ്ങിൻ്റെ ടച്ച് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ക്ലാസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. പ്രോപ്പർ ക്ലാസ്സുകൾ ഫുൾ സിലബസ് ഓറിയൻറ്റഡ് ഫുൾ കംപ്ലീറ്റ് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ഫുൾ മോക്ക് ടെസ്റ്റ് റിവിഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ അന ഡിഫൻസ് അക്കാഡമി വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതി. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. വീഡിയോ നിങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് എടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ കൂടി ഒത്തിരി കുട്ടികൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നതാണ്. കാരണം വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നീ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ വേക്കൻസി അറിയാൻ പറ്റിയിട്ടുണ്ട്. എത്ര കുട്ടികളാണ് ഫോം ഫില്ല് ചെയ്യുന്നത് എന്നീ കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ട്. ഷെയർ ചെയ്യുക. ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.